ലോകപ്രശസ്ത സൂഫി വര്യനായ ഇബ്രാഹിമുബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി രാജകീയ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവസാന്നിധ്യത്തിൻ്റെ വഴിയിലേക്കിറങ്ങിയ അസാധാരണ ആത്മാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലതവണ മഹാൻ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. കഅബയ്ക്ക് ചുറ്റും നിരവധി തവണ തവാഫ് ചെയ്തിട്ടുണ്ട്. അറഫയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ പൊഴിഞ്ഞിട്ടുണ്ട്. മിനയിലെ ഏകാന്തതയിൽ അദ്ദേഹം രാത്രികൾ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. എല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ പതിഞ്ഞവ. എന്നാൽ ഒരു കാര്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. നിരവധി തവണ ഹജ്ജ് ചെയ്തിട്ടും ഒരു തവണ പോലും ഇബ്രാഹിമുബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി സംസം കിണറിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ടില്ല. ഇതറിഞ്ഞപ്പോൾ ഒരാൾ മഹാനോട് ചോദിച്ചു, മഹാനെ, ഹജ്ജ് ചെയ്യുന്നവർക്ക് സംസം അനുഗ്രഹമാണല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് കുടിക്കാതിരുന്നത്? മഹാൻ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, എനിക്ക് സ്വന്തമായി ഒരു ബക്കറ്റുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതുപയോഗിച്ച് സ്വയം കോരിക്കുടിച്ചേനെ. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തു, നിലവിൽ ഇവിടെയുള്ള പാത്രങ്ങൾ ഭരണാധികാരികൾ സ്ഥാപിച്ചവയാണ്. അവ ഹലാലിൻ്റെ സ്വത്തിൽ നിന്നാണോ അതല്ല ഹറാമിൻ്റെ സ്വത്തിൽ നിന്നാണോ എന്നെനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ സംസം കിണറിൽ നിന്ന് ഈ കോരി ഉപയോഗിച്ച് കോരിക്കുടിക്കാതിരുന്നത്. ഹൃദയം ശുദ്ധിയാക്കാൻ ജീവിതം മുഴുവൻ ചെലവഴിക്കുന്ന ഒരു സൂഫിക്ക് സംശയത്തിൻ്റെ ഒരു തുള്ളി പോലും ഉള്ളിൽ കടക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ദാഹത്തേക്കാൾ വലുതായിരുന്നു സൂക്ഷ്മത. ദേഹത്തിൻ്റെ ആവശ്യത്തേക്കാൾ വലുതായിരുന്നു ഹൃദയത്തിൻ്റെ സുരക്ഷ. ഇത് സംസം കുടിക്കാതിരുന്ന കഥയല്ല, ഹൃദയം മലിനമാകാതിരിക്കാൻ എത്ര ദൂരെയെങ്കിലും പോകുന്ന ഒരു ആത്മാവിൻ്റെ കഥയാണ്.